പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. നയനയുടെ ജീവിതത്തിൽ നിന്നും അവളുടെ ഉദരത്തിലെ കുഞ്ഞിനെ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള നിഷ്ഠൂരമായ പദ്ധതിയാണ് അന്ന് രാത്രി അഭയും ജലജയും ചേർന്ന് രൂപം നൽകിയത്. വിഷം തുളുമ്പുന്ന ഒരിനം മൂർഖം പാമ്പിനെ ഒരു പൂക്കുട്ടക്കുള്ളിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്നു. പൂജാമുറിയിലെ പവിത്രമായ അന്തരീക്ഷത്തിൽ നയന പൂജ ചെയ്യാനെത്തുമ്പോൾ ഈ പാമ്പ് അവളെ അങ്ങ് കടിച്ചു മരിക്കും. അതായിരുന്നു അവരുടെയൊക്കെ കണക്കൂട്ടൽ. ആരും അറിയാതെ അബി ആ പാമ്പാട്ടിനെ കൂടെ കൂട്ടി വന്നുകൊണ്ടതിന് ആ പാമ്പിനെ പൂക്കുട്ടക്കുള്ളിൽ നിക്ഷേപിച്ചിരുന്നു. എന്തായാലും ഇന്നത്തോടെ തന്നെ നയന മരിക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ജലജയും അബിയും വളരെയധികം സന്തോഷത്തിലായിരിക്കും. എന്നാൽ നിർഭാഗ്യം ആസൂത്രണം ചെയ്യുന്ന ഈ രാത്രി നയനക്ക് കണ്ണടക്കാൻ കഴിഞ്ഞില്ല. ഉറക്കമില്ലാത്ത ആ യാമങ്ങളിൽ അവൾ ഒരു ദുസ്വപ്നം കണ്ടു. ദേവയാനിക്ക് എന്തോ ഒരു ആപത്ത് സംഭവിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവളുടെ മനസ്സ് പ്രാർത്ഥനയിൽ ലയിച്ചു. പുലർച്ചെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി അവൾ നേരെ പൂജാമുറിയിലെത്തി. തന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരാപത്തും വരാതിരിക്കാൻ അവൾ പ്രാർത്ഥനയോടെ അവിടെ തന്നെ തുടർന്നു. നേരം പുലർന്നു. പതിവ് പോലെ മുത്തശ്ശിയും ദേവയാനിയും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെല്ലാം തന്നെ പ്രാർത്ഥനക്കായി പൂജാമുറിയിലേക്ക് കടന്നു വന്നു. അല്പം അകലം പാലിച്ച് മനസ്സിൽ ദുഷ്ടചിന്തകളുമായി ജലജയും ആ കാഴ്ച കാണാൻ അവിടെ തന്നെ നിലയുറപ്പിച്ചു. നയന ആ പൂക്കട തുറക്കുന്ന നിമിഷത്തിനായി അവർ ആകാംക്ഷയോടെ കാത്തുനിന്നു. കാരണം ആ നിമിഷം തന്നെ ആ പാമ്പ് നയനെ കൊത്തുമെന്നും തങ്ങൾ കാത്തിരിക്കുന്ന ആ ദുരന്തം ഉടനെ തന്നെ അവിടെ സംഭവിക്കുമെന്നും ജലജൻ മനസ്സിൽ ഉറപ്പിച്ചു. തങ്ങൾ ലക്ഷ്യം വെച്ച ആളെ തന്നെയാണോ പാമ്പ് കടിക്കുന്നത് എന്ന കാര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ടായിരുന്നില്ല. ആ പൂക്കൊട്ട് തുറക്കുന്ന ആളാരായാലും പാമ്പിന് ഇരയാകുമെന്ന നിശ്ചയം ജലജയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിരുന്നു. അതുകൊണ്ടാണ് അവൾ അവിടെ നിന്നും കുറച്ച് മാറി നിൽക്കാൻ തീരുമാനിച്ചത്. അബിയും ജലജയും തങ്ങളുടെ പദ്ധതി വിജയകരമായി നടപ്പിലാക്കുന്നതും കാത്ത് ആകാംക്ഷഭരിതരായി പൂജാമുറിയുടെ പരിസരത്ത് തന്നെ നിലകൊണ്ടു. അധികം വൈകാതെ തന്നെ പൂജക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ നയനയോട് ആവശ്യപ്പെട്ടു. അവൾ സന്തോഷത്തോടെ ആ കർമ്മങ്ങൾക്കായി തയ്യാറെടുത്തു. എന്നാൽ ആ ഒരു പൂക്കൊട്ട തുറക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൈ നീട്ടിയ ആ നിമിഷം പെട്ടെന്നൊരു തടസ്സമുണ്ടായി. നയനെ, ഒന്നിങ്ങ് വന്നേ. ആദർശായിരുന്നു നയനെ വിളിച്ചത്. അയ്യോ, ഞാൻ ഇവിടെ ഒരുക്കത്തിലായിരുന്നല്ലോ ആദർശേട്ടാ. നയന അങ്ങനെ മറുപടി നൽകിയെങ്കിലും പോലും ആദർശ് പറഞ്ഞിട്ട് ഇനിയും അതിനൊക്കെ സമയമുണ്ടല്ലോ, നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊന്ന് വന്നേ എന്നൊക്കെ പറഞ്ഞ് ആദർശ് അവളെ അത്യാവശ്യത്തിനായിട്ട് അവിടെ നിന്നും വിളിച്ചുകൊണ്ടുപോയി. നയനെ പെട്ടെന്ന് ആദർശ് വിളിച്ചതോടുകൂടെ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് ആ ഒരു പൂക്കൊട്ടയുടെ മൂടി അല്പം അങ്ങ് തുറന്നു. അതിനൊരു ചെറിയ വിടവുണ്ടായി. ആരും ശ്രദ്ധിക്കാത്ത ആ തക്കത്തിന് ആ വിടവിലൂടെ വിഷസർപ്പം പുറത്തേക്ക് പോയി. ആരുടെയും കണ്ണിൽപ്പെടാതെ പൂജാമുറിയിൽ നിന്നും മറഞ്ഞു. നയന കുറച്ചു കഴിഞ്ഞ് തിരികെ വന്നു. ഒരു സാധാരണ കാര്യമെന്നോണം ആ പൂക്കൊട്ട തുറന്നു. ജലജയുടെ കണ്ണുകൾ പ്രതീക്ഷയോടെ ആ ദൃശ്യത്തിലേക്ക് തുറച്ചു നിന്നിരുന്നു. നയനെ ആ വിഷപ്പാമ്പ് കൊത്തി നിലവിളിക്കുന്ന കാഴ്ചയാണ് ജലജ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായി പൂക്കൊട്ട് തുറന്നപ്പോൾ അതിനുള്ളിൽ പാമ്പില്ല. ജലജ ഞെട്ടിപ്പോയി. അയ്യോ, ഇതിൽ പാമ്പില്ലല്ലോ, അതെവിടെ പോയി? അവളുടെ മനസ്സ് ആശങ്ക കൊണ്ട് നിറഞ്ഞു. അവൾ ഉടനെ തന്നെ അബിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. എടാ, ആ പൂക്കൊട്ടലൊരു മണ്ണാങ്കട്ടയുമില്ല, പാമ്പൊന്നുമില്ല അതില്. എന്നാൽ അബിക്കത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം അബി തെളിവോടുകൂടെ തന്നെ ആ ഒരു പാമ്പിനെ അതിൽ വെക്കുന്നതെല്ലാം കണ്ടതാണല്ലോ. ജലജ പറയുന്നത്, എടാ നീ വെറുതെ കള്ളം പറയല്ലേ, ആ കൊട്ടയിൽ പാമ്പിനെ ഒളിപ്പിച്ചു എന്നൊക്കെ നീ കള്ളം പറഞ്ഞതല്ലേ, അതിലൊരു പാമ്പും ഇല്ലാന്ന് ജലജ പറയുന്ന സമയത്തേനെ അബി പറഞ്ഞത്, അമ്മേ ഞാൻ കണ്ടതാണ്, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്, ആ പാമ്പാട്ടി അതിനുള്ളിൽ പാമ്പിനെ ഒളിപ്പിക്കുന്നതൊക്കെ ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറയാട്ടോ അബി. ജലജ പറയുന്നത്, അങ്ങനെ അതിൽ പാമ്പുണ്ടെങ്കിൽ പിന്നെ ആ പാമ്പ് എവിടെ പോയി? അന്നേരം അബിക്ക് പേടിയാവാണ്. അബി അമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അമ്മേ എങ്കിൽ പിന്നെ സൂക്ഷിക്കണം, ആ പാമ്പ് ആ കൊട്ടയിലില്ലെങ്കിൽ പിന്നെ കൊട്ട തുറന്നിട്ട് മറ്റെവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. എങ്കിലും ജലജയുടെ സംശയം അടങ്ങിയില്ല. ഇല്ല, അയാൾ കള്ളം പറഞ്ഞതായിരിക്കും, അയാൾ അതിൽ പാമ്പിനെയൊന്നും ഒളിപ്പിച്ചിട്ടില്ല. അയാൾ അങ്ങനെ പാമ്പിനെ വെച്ചു എന്ന് പറഞ്ഞതല്ലാതെ നീ ആ പാമ്പിനെയൊന്നും കണ്ടില്ലല്ലോ എന്ന് ജലജ വീണ്ടും ചോദിക്കുന്ന സമയത്തിന് അബി പറഞ്ഞിട്ട്, ഉണ്ടമ്മേ, ഞാൻ കണ്ടതാണ്, എന്റെ മുന്നിൽ വെച്ചുകൊണ്ടല്ലേ അയാൾ ആ കൊട്ടയുടെ അകത്തേക്ക് പാമ്പിനെ വെച്ചത്. അബി വീണ്ടും അത് തന്നെ ഇങ്ങനെ തറപ്പിച്ച് പറയുന്ന സമയത്തിന് ജലജ പറഞ്ഞിട്ട്, ഇനി ഒരു പക്ഷേ അവിടെ നിന്നും മെഴിഞ്ഞു മാറിയിട്ടുണ്ടാവും, വേറെയും കൂടകളുണ്ടല്ലോ, അതിനുള്ളിലായിരിക്കുമെന്ന് പറഞ്ഞ് അവർ സ്വയം ആശ്വസിച്ചു. വീണ്ടും പൂജക്കുള്ള ഒരുക്കങ്ങളെല്ലാം തുടർന്നു. പൂക്കടയിലെ പൂക്കളെല്ലാം എടുത്ത് പൂജക്കായി തയ്യാറായിക്കൊണ്ടിരുന്നു. ഈ സമയത്താണ് ജലജ തന്റെ മുറിയിലേക്ക് പോയത്. ആരും അറിയാതെ ആരോടും പറയാതെ ആ മൂർഖൻ പാമ്പ് വാതിലിന്റെ വിടവിലൂടെ ജലജയുടെ മുറിയിലേക്ക് എഴഞ്ഞു കയറി വന്നിരുന്നു. ഇതൊന്നും അറിയാതെ ജലജ തന്റെ വേഷം മാറാനുള്ള ഒരുക്കത്തിലായിരുന്നു. അവൾ തന്റെ കിടക്കയിലിരുന്നു, മൊബൈലിൽ ശ്രദ്ധിച്ചിരുന്നു. മനസ്സ് നിറയെ നയനെക്കുറിച്ചുള്ള പകയായിരുന്നു. ഹോ, എന്തായാലും അവളെ ഇന്ന് ആ പാമ്പ് കടിക്കും. എന്നാലും അബി ആ ഒരു പൂക്കൊട്ടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പാമ്പ് എവിടെ? അവളെ ഇന്ന് തന്നെ ആ ഒരു പാമ്പങ്ങ് കൊത്തിയിട്ടില്ലാതായാൽ മതിയായിരുന്നു. ഇനിയിപ്പോ ആ പൂക്കൊട്ടയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൂക്കൊട്ടയിൽ ആ പാമ്പ് ഉണ്ടായാൽ മതിയായിരുന്നു. നയനെ കുത്തിയാൽ മതിയായിരുന്നു, അവൾ മരിച്ചാൽ മതിയായിരുന്നു.
അവൾ അടുത്ത പൂക്കൊട്ട് തുറന്ന ഉറപ്പായിട്ടും അവളെ ആ പാമ്പ് കൊത്തും. ആ നിലവിളി കേൾക്കുമ്പോൾ ഇവിടെ നിന്നും പോവാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ജലജ അവിടെ വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഞാൻ ഇനിയിപ്പോ അവിടെ പോയിട്ട് നിൽക്കേണ്ട ഒരാവശ്യമില്ല, അല്ലെങ്കിൽ ഇനി ഒരു പക്ഷേ സംശയിച്ചാലോ. തൽക്കാലം കുറച്ചു നേരം ഇവിടെ ഇരിക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ജലജ വീണ്ടും ആ ഒരു മൊബൈലിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആ സമയം എന്തോ ഒരു സാധനം തന്റെ കാലിലൂടെ ഇഴയുന്നതായിട്ട് അവൾക്ക് തോന്നി. മൊബൈലിലെ ശ്രദ്ധ കാരണം അതൊരു സാധാരണ വസ്തുവാണെന്ന് കരുതി കാലുകൊണ്ട് അവൾ അതിനെ തട്ടിക്കളഞ്ഞു. എന്നാൽ പക്ഷേ അടുത്ത നിമിഷം ജലജയുടെ പുറകിലൂടെ ആ പാമ്പ് കയറി അവളുടെ ഉടലിൽ ചുറ്റിപ്പിണഞ്ഞു. അപ്പോഴാണ് ജലജയ്ക്ക് ശരിക്കും ആ ഒരു സത്യം മനസ്സിലാവുന്നത്. താൻ ലക്ഷ്യം വെച്ച ആ പാമ്പ് ഇപ്പോൾ തന്നെ വരിഞ്ഞു മുറുകിയിരിക്കുന്നു എന്ന്. ഭയന്നു വിറച്ച് അവൾ നിലവിളിച്ച് താഴേക്കോടാൻ നോക്കി. എല്ലാവരും ആകെ അന്തം വിട്ടു നിൽക്കുകയാണ്. ജലജേനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് തന്നെ വിഷസർപ്പം അവളെങ്ങനെ ചുറ്റിപ്പിണർന്ന് നിൽക്കുന്നുണ്ട്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന പഴഞ്ചൊല്ല് പോലെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെയാണ് വീണത്. ആ പാമ്പ് ജലജയുടെ ശരീരം വട്ടം ചുറ്റി നിന്നു. അബി ആവട്ടെ ഈ കാഴ്ച കണ്ടിട്ട് ആകെ ഞെട്ടിത്തെറിച്ചു. അമ്മേ, ഇതെന്താ, ഇതെങ്ങനെ സംഭവിച്ചു? ജലജ നിലവിളിയോടുകൂടെ തന്നെ അബിയോട് ചോദിക്കുന്നുണ്ട്. അറിയില്ലടാ. എടാ ദുഷ്ട, നീ എന്നെ ചതിക്കുമായിരുന്നില്ലേ? നീയല്ലേ പറഞ്ഞത് പാമ്പ് ആ പൂക്കൂടക്കുള്ളിലാണുള്ളതെന്ന്. എന്നിട്ടിപ്പതേ അതെന്നെയാണല്ലോ വിഴുങ്ങിയത്. അപ്പോഴാണ് അബിക്ക് കാര്യം മനസ്സിലായത്. നയനക്ക് വെച്ച കെണി സ്വന്തം അമ്മക്ക് തന്നെ കിട്ടിയതെന്ന്. അയ്യോ എന്റെ അമ്മേ, ഇത് പൂക്കൂടയിൽ തന്നെ ഉണ്ടായിരുന്ന പാമ്പാണ്. എന്നാലും ഇതെങ്ങനെയാണ് ഇവിടെ വന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെ ഇവിടെ നിന്നും ഒഴിപ്പിക്കണം. അവൻ ഭയന്നു. ആരും അടുത്തു പോവാൻ ധൈര്യപ്പെടാതെ എല്ലാവരും അവിടെ ഭയന്നു നിന്നു. ഏതു നിമിഷവും ആ മൂർഖൻ പാമ്പ് ജലജയെ കൊത്തുമെന്ന മട്ടിലായിരുന്നു അതിന്റെ നിൽപ്പ്. അബി, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. നീ പെട്ടെന്ന് തന്നെ ആ ഒരു പാമ്പാട്ടിയെ വിളിക്ക്. ഇതെന്റെ ദേഹത്തു നിന്നും പെട്ടെന്ന് തന്നെ ഇറക്കണം. ജലജ കരഞ്ഞുകൊണ്ട് തന്നെ അലറി വിളിച്ചു. ഓ, എന്തായത് അമ്മേ? അമ്മ ഇപ്പൊ എന്തിനാ അതിനെ പിടിച്ച് ദേഹത്തിട്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അബി ദേഷ്യപ്പെടും. എടാ, ഞാൻ എന്റെ റൂമിലായിരുന്നുടാ. എനിക്കറിയില്ലായിരുന്നു അതെങ്ങനെയാണ് എന്റെ മുറിയിൽ കയറിയതെന്ന്. ഞാൻ റൂമിൽ ഡ്രസ്സ് മാറ്റാൻ പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. ജലജ വീണ്ടും ദേഷ്യത്തോടു കൂടെ തന്നെ അബിയോട് ചോദിക്കുന്നത്. എടാ ദുഷ്ട, നീ അല്ലേ പറഞ്ഞത് ഇത് പൂക്കൂടയിലാണെന്ന്? എന്നിട്ട് എന്നെയാണല്ലോടാ ഇത് കൊത്തിയത്. ജലജ നിലവിളിച്ചിങ്ങനെ സംസാരിക്കുന്നതും കേട്ടുകൊണ്ട് തന്നെ നയനക്കും ദേവേനിക്കും എല്ലാ സത്യവും ബോധ്യമായി. നയനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും നയനയുടെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടും അബിയും ജലജയും ആ ഒരു പാമ്പിനെ കൊണ്ട് കളിച്ചതാണെന്നുള്ള കാര്യമെല്ലാം തന്നെ നയനക്കും ദേവേനിക്കും മനസ്സിലാവാണ്. ഏതായാലും ആ പാമ്പ് ഇപ്പോൾ ജലജയെ തന്നെ ചുറ്റി വരിഞ്ഞിരിക്കുന്നു. ഭയന്നു പോയ അബി ഒരു പാമ്പാട്ടിയെ വിളിച്ചു. അയാൾ സ്ഥലത്തെത്തി. അയ്യോ സാറേ, ഇതാകെ പുലിവായലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ശ്രദ്ധയോടെ ആ പാമ്പിനെ ജലജയുടെ ദേഹത്തിൽ നിന്നും എങ്ങനെയൊക്കെയോ പുറത്തെടുത്ത് മാറ്റിക്കളഞ്ഞു. ആശ്വാസം വന്നതോടുകൂടി തന്നെ ആദർശപ്പെട്ടെന്ന് ആ പാമ്പാട്ടിയുടെ കോളറിലങ്ങ് പിടിച്ചു. ഈ മൂർഖൻ എങ്ങനെ ഇവിടെ എത്തി? സത്യം പറ. അയാൾ ഭയന്ന് വിറച്ചു. അയ്യോ സാറേ, എന്നെ ഒന്നും ചെയ്യരുത്. ഈ അഭിസാറാണ് ഈ മൂർഖനെ എന്റെ കയ്യിൽ നിന്നും വാങ്ങിയത്. അത് കേട്ടപ്പോൾ ആദർശിന് ദേഷ്യം വന്നു. എന്തിനാണെന്ന് ചോദിക്കുന്ന സമയത്തന്നെ അയാൾ പറയുന്നത്, ഇവിടെ പൂജാമുറിയിലെ പൂക്കുട്ടക്കുള്ളിൽ കൊണ്ടുവന്ന് വെക്കണമെന്ന് എന്നോട് പറഞ്ഞു. മൂർഖനുള്ള കാശും എനിക്ക് തന്നിട്ടാണ് വന്നത്. സത്യം പുറത്തു വന്നതോടുകൂടെ തന്നെ അബി ആകെ വിളറിപ്പോയി. എടാ, എന്തൊക്കെയാടാ ഈ കേൾക്കുന്നത്? അതോടുകൂടെ തന്നെ അബി ഒന്ന് പതറി. അത് ഏട്ടാ, ഒന്നുമില്ല. പൂജാമുറിയിൽ ഇതുപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പാമ്പും കൂടെ ഉള്ളത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണെന്നൊക്കെ കള്ളം പറയാട്ടോ അബി. ഇത് കേൾക്കുന്നതോടുകൂടെ തന്നെ മുത്തശ്ശിക്കും ദേവയാനിക്കും ഭയങ്കര അങ്ങ് ദേഷ്യം വരും. മുത്തശ്ശി ചോദിക്കുന്നത്, എടാ, നിനക്ക് അങ്ങനെ പൂജിക്കാൻ വേണ്ടിയിട്ട് പാമ്പിനെ വേണമെങ്കിൽ തന്നെ നീ എന്തിനാ അത് പൂജാമുറിയിലെ പൂക്കുട്ടക്കുള്ളിൽ കൊണ്ടുവന്ന് വെച്ചത്? ഇത് ഉറപ്പാണ് നയനമോളെ കൊല്ലാൻ തന്നെയായിരിക്കും അവന്റെ ഉദ്ദേശം എന്നിങ്ങനെ തറപ്പിച്ച് പറയാട്ടോ മുത്തശ്ശി. അന്നേരം അബിക്ക് പേടിയാവാണ്. അബി പറഞ്ഞത്, ഇല്ല മുത്തശ്ശി, ഞാൻ അങ്ങനെയൊന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ നീ എന്ത് ഉദ്ദേശത്തിലാടാ ഇത് ചെയ്തത്? നീ എന്തിനാ ഇത് പൂജാമുറിയിൽ തന്നെ കൊണ്ടുപോയി വെച്ചത്? അല്ല, എന്നിട്ടിപ്പോ നീ ഇത്രത്തോളം ചെയ്തിട്ടൊക്കെ എന്തായി? നിന്റെ അമ്മയെ തന്നെയല്ലേ അവര് പിടികൂടിയത്? ശരിക്കും ആ പാമ്പ് കൊത്തേണ്ടത് നിന്റെ അമ്മയെ തന്നെയായിരുന്നു. ഈ സമയത്തൊക്കെ ജലജയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുമായിരിക്കും. എടാ, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേടാ, ദൈവമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം തിരിച്ചു കിട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശി അബിയോട് ദേഷ്യപ്പെടും. അങ്ങനെ അനന്തപുരി തറവാട്ടിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു സംഭവം നടന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ഭയന്ന് വിറച്ച് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ അപ്രതീക്ഷിതമായിട്ട് തന്നെ നന്ദു അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അബിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വരവായിരുന്നു അത്. അബി ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം തന്നെ നന്ദു എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. ആദർശേട്ടാ, ഈ ദിവസം തന്നെ ഇവനെ ഞാൻ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾക്കാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ ഇപ്പൊ പ്രത്യേകം ഒരു പൂജ നടക്കുകയാണെന്നൊക്കെ എനിക്കറിയാം. ഒരിക്കലും ഇത് കുളമാക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല ഞാന്. പക്ഷേ ഇവന്റെ പേരിൽ എനിക്കിവനെ അറസ്റ്റ് ചെയ്തേ മതിയാവൂ. ഇവനാണ് ആ സ്വർണ്ണക്കടത്തിന്റെ പിന്നിൽ. ഒരു തടസ്സവുമില്ലാതെ അബിയെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്നും കൊണ്ടുപോവുകയായിരുന്നു.
ഇതൊക്കെ കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാനും വിശ്വസിക്കാനും കഴിയാതെ നിൽക്കുമായിരിക്കും നവ്യ. എന്നാൽ നന്ദു വന്നിട്ട് നവ്യയെ കൃത്യമായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കും. CCTV ഫൂട്ടേജും കാര്യങ്ങളെല്ലാം തന്നെ നവ്യക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷമായിരിക്കും നന്ദു അഭയെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. മുത്തശ്ശിയും ദേവയാനിയും നയനോട് പറഞ്ഞത്, മോളെ വലിയൊരു ആപത്താണ് ഇപ്പോൾ ഒഴിഞ്ഞു പോയിരിക്കുന്നത്. ആ പൂക്കുട്ടക്കളിൽ ഒരു മൂർഖനെ ഒളിപ്പിച്ചു വെച്ചിരുന്നു, അതും എന്റെ നയനമോളെ കടിക്കാൻ വേണ്ടിയിട്ട്. ദേവയാനി പറഞ്ഞിട്ട്, അതെ, അത് തന്നെയാണ് അവൻ ചെയ്തത്. എന്നാലും സ്വന്തം അമ്മക്കാണത് ഏറ്റത്. ഭാഗ്യത്തിൽ അമ്മയെ പാമ്പ് കടിച്ചില്ല. ഇത്രമാത്രം നീചപ്രവൃത്തി ചെയ്യുന്ന ഇവനെ ഏതായാലും വെറുതെ വിട്ടാലൊന്നും പോരാ. അവൻ എന്തായാലും തക്ക ശിക്ഷ തന്നെ കൊടുക്കണം എന്നൊക്കെ പറയുന്ന സമയത്തിന് നയനക്ക് സങ്കടാവാണ്. നയന പറഞ്ഞിട്ട്, അതമ്മേ, ചേച്ചിയുടെ കാര്യം കൂടെ നമ്മൾ ഓർക്കണം. എന്നാൽ ഇവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ടായിരിക്കട്ടെ നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ നന്ദു, എന്താ കാര്യം? നന്ദു മറുപടി നൽകി. നന്ദു ചോദിക്കുന്നത്, ആ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? സ്വന്തം ഭർത്താവ് ചെയ്യുന്ന തെറ്റുകളൊന്നും മനസ്സിലാക്കണ്ട. നവ്യ ചോദിച്ചു. അതിനിപ്പോ അഭി എന്ത് തെറ്റാണ് ഈ ചെയ്തത്? നന്ദു പറയുന്നത്, അത് അങ്ങോട്ടേക്ക് ചോദിച്ചു നോക്ക്. ഇവിടെ നയനേച്ചിയെ കൊല്ലാനായിട്ടേ ഒരു പാമ്പിനെ ഇറക്കിയിട്ടുണ്ട്. ഭാഗ്യത്തിന് ആ പാമ്പ് നയനേച്ചിയെ കടിച്ചില്ല. ചതി ചെയ്യാൻ കൂട്ടുനിന്നതിന് അഭിയുടെ സ്വന്തം അമ്മയെ തന്നെ ആ പാമ്പങ്ങ് വരിഞ്ഞു മുറുകുകയായിരുന്നു. ഭാഗ്യത്തിന് അത് കൊത്തിയില്ല. അതുപോലെ തന്നെ കള്ളക്കടത്തും പല ചെയ്തികളും ഇവൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി, ഇവൻ ശരിക്കും ഒരു അസുര വിത്താണ്. ഇവൻ ഇനി ചേച്ചിക്ക് ഭർത്താവായിട്ട് വേണ്ട. അവൻ ഇനി അവന്റെ പാട് നോക്കട്ടെ എന്നൊക്കെ പറയുന്ന സമയത്തിന് നവ്യ അവനെ തടയാൻ ശ്രമിച്ചു. അയ്യോ നന്ദു, എന്നെ ഓർത്തിട്ടെങ്കിലും എന്റെ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും നീ ഇവനെ കൊണ്ടുപോകരുത്. ചേച്ചി, ഇവനോട് ആ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ഇനി ഇതൊന്നും ഇവിടെ നടക്കില്ല. കാരണം ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കൊണ്ടുപോയേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞ് നന്ദു അഭയെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. എന്നാൽ തെളിവ് സഹിതം തന്നെ നന്ദു അഭയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന്റെ ആഘാതത്തിൽ ജലജ പെട്ടെന്ന് ബോധം കെട്ട് വീണു. ആ പാമ്പ് ജലജയെ കൊത്തിയില്ലെങ്കിൽ പോലും ജലജ ആകെ ഭയന്ന് വിറച്ചിരുന്നു. മുത്തശ്ശിയും ജലജയെ നല്ല കണക്കിന് തന്നെ ശ്വാസിച്ചു. അഭിയെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ നയനയുടെ കാര്യത്തിൽ ചെറിയൊരു ആശ്വാസമായി അവർ കണ്ടു. അഭിയുടെ സാന്നിധ്യം ഉള്ളിടത്തോളം കാലം നയനയുടെ വയറ്റിലെ കുഞ്ഞിന് ആപത്തുണ്ടാകുമെന്ന് അവർ ഭയന്നിരുന്നു. അതുകൊണ്ട് തന്നെ ജലജയെ മുത്തശ്ശൻ അടക്കി നിർത്താനായി ശക്തമായി തന്നെ സംസാരിച്ചു. അഭിയുടെ കാര്യത്തിലാണെങ്കിലും അവന് ജാമ്യം പോലും കിട്ടരുതെന്നും കുറച്ചു കാലം ഏതായാലും അവൻ പുറംലോക കാണണ്ട, കുറച്ചു കാലം അവൻ ജയിലിൽ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ കർശനമായി തന്നെ പറഞ്ഞു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ നയനക്ക് വേണ്ടി കരുതിയ പാമ്പ് ജലജയെ വരിഞ്ഞു മുറുക്കിയ ആ ഒരു രംഗത്തോടെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി ഏതായാലും നല്ല ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകൾ തന്നെയാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.